പായ. വേട്ടയ്ക്കിരുമകൻ പാട്ട് അത് ഈ 18 ശൈവമൂർത്തികൾക്കുള്ള കളമെഴുത്ത് പാട്ടിലെ ഒരു പ്രധാന വഴിപാടാണ് വേട്ടയ്ക്കിരുമകൻ പാട്ട്. മഹാഭാരത യുദ്ധം നടക്കുന്ന കാലത്ത് പാണ്ഡവശ്രേഷ്ഠനായ അർജുനൻ കൗരവരെ ജയിക്കുന്നതിന് വേണ്ടിയിട്ട് പാശുപതാസ്ത്രം ലഭിക്കാൻ വേണ്ടിയിട്ട് മഹാദേവനെ തപസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ തപസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിൽ സംപ്രീതനായിട്ട് മഹാദേവൻ വരികയാണ്. പക്ഷേ അർജുനൻ്റെ അഹങ്കാരം തീർത്തിട്ട് വേണം പാശുപതാസ്ത്രം കൊടുക്കാൻ. അപ്പോൾ അതിന് വേണ്ടി വരുമ്പോൾ നേരിട്ട് വന്നാൽ അത് പറ്റില്ല. അപ്പോൾ ഒരു കാട്ടാളൻ്റെ വേഷത്തിൽ വരികയാണ് ശിവൻ. ആ കാട്ടാളൻ്റെ വേഷത്തിൽ വരുമ്പോൾ പാർവതി കാട്ടാളത്തിയായിട്ട് ഒപ്പം പോരും. ഇവർ രണ്ടാളും കാട്ടാളനും കാട്ടാളത്തിയായിട്ട് കാനനത്തിൽ ഇങ്ങനെ വിഹരിക്കുന്ന സമയത്ത് അവർക്ക് ഉണ്ടാവുന്ന പുത്രനാണ് വേട്ടയ്ക്കൊരു മകൻ. അതായത് കിരാത വപുസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർജുനന് പാശുപതാസ്ത്രം കൊടുക്കാനായിട്ട് മഹാദേവൻ കാട്ടാള വേഷത്തിൽ വന്നിട്ടുള്ള ആ രൂപത്തിനെയാണ് കിരാത വപുസ് എന്ന് പറയുന്നത്. ആ സമയത്ത് ഉണ്ടായിട്ടുള്ള പുത്രനെയാണ് കിരാത സൂനു, അതായത് വേട്ടയ്ക്കൊരു മകൻ എന്ന് പറയുന്നത്. കിരാത വപുസ്, കിരാത സൂനു, അങ്ങനെ 2 സമ്പ്രദായത്തിലാണ് പറയുന്നത്. നമുക്ക് സാധാരണ കളമെഴുത്ത് പാട്ട് നടക്കുന്നത് കിരാത സൂനുവിനാണ് ഏതൊരു സ്ഥലത്തും. അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ബാലുശ്ശേരിയാണ് വേട്ടയ്ക്കൊരു മകൻ്റെ ആസ്ഥാനം. എവിടെ വെച്ച് പാട്ട് കഴിക്കുമ്പോഴും ഈ ബാലുശ്ശേരി വേട്ടയ്ക്കൊരു മകനാണ് പാട്ട് കഴിക്കുന്നത്. പല സ്ഥലത്തും പ്രതിഷ്ഠയായിട്ട് കിരാത വപുസായിരിക്കും, എന്നാലും പാട്ട് കഴിക്കുമ്പോൾ കിരാത സൂനു വേട്ടയ്ക്കൊരു മകനാണ് പാട്ട് കഴിക്കുന്നത്. ആദ്യത്തെ ചടങ്ങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പാട്ട് പന്തലൊക്കെ കെട്ടി വിധാനിച്ച് കഴിഞ്ഞാൽ കൂറയിടുക എന്ന് പറഞ്ഞിട്ടുള്ള ചടങ്ങാണ്. അത് കൊടിവിളക്ക് കൊണ്ടുവന്ന് പാട്ടരങ്ങത്ത് വിളക്ക് കൊളുത്തും. അതിനുശേഷം കൂറയിടുക, മാരാരി ശംഖ് വിളിക്കും. ആ നേരത്ത് അടിയന്തരക്കാരനായ കുറുപ്പ് കൂറ ഏറ്റുവാങ്ങിയിട്ട് 3 പ്രാവശ്യം ചോദിക്കും, കൂറ ഇടുകയല്ലേ, കൂറ ഇടുകയല്ലേ, കൂറ ഇടുകയല്ലേ എന്ന്. ഇത് ആദ്യം ചോദിക്കുന്നത് ദേവനോടാണെന്നുള്ള സങ്കല്പമാണ്, രണ്ടാമത് ഊരാളൻ തന്ത്രി ഇവരോട്, മൂന്നാമത് ദേശത്തുള്ള ആളുകളോട്. അങ്ങനെ ചോദിക്കാവുന്ന സങ്കല്പത്തിലാണ് 3 പ്രാവശ്യം ചോദിച്ചിട്ട് സമ്മതം വാങ്ങിയിട്ട് കൂറയിടുന്നു. ഈ കൂറയിട്ടതിന് ശേഷം ഭഗവാന്റെ തിരുവായുധം അരങ്ങത്ത് കൊണ്ടുവന്ന് വെച്ച് പാട്ടരങ്ങിൽ കൊണ്ടുവന്ന് വെച്ച് ഉച്ചപ്പാട്ട് എന്നുള്ള ചടങ്ങാണ്. ഉച്ചപ്പെടുത്തുക, പ്രസിദ്ധപ്പെടുത്തുക എന്നുള്ള സമ്പ്രദായത്തിലാണ് പറയുന്നത്. ഇന്ന മൂർത്തിക്ക് ഈ പാട്ടരങ്ങത്ത് വെച്ച് പാട്ട് കഴിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവരെ അറിയിക്കുക. അപ്പോൾ ദേവനെ വായിച്ചു കൊണ്ടുവന്ന് അവിടെ പൂജയും നിവേദ്യം വാദ്യം നൃത്തം അങ്ങനെയൊക്കെ ആയിട്ടുള്ള ചടങ്ങുകളെ കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കുക. അതാണ്. അങ്ങനെ ഉച്ചപ്പാട്ട് കഴിഞ്ഞ് വൈകിട്ട് കളമെഴുത്ത് തുടങ്ങും. കളമെഴുത്ത് എന്ന് പറഞ്ഞാൽ പഞ്ചവർണ്ണപ്പൊടികളെ കൊണ്ട്, അത് 5 നിറത്തിലുള്ള പൊടികളാണ്. വെള്ള, കറുപ്പ്, പച്ച, മഞ്ഞ, ചുവപ്പ്, ഇങ്ങനെയുള്ള 5 നിറങ്ങളെ കൊണ്ട്, അതായത് പഞ്ചവർണ്ണങ്ങളെ കൊണ്ട് പഞ്ചഭൂതങ്ങളാകുന്ന ശരീരം നിർമ്മിക്കുന്നു. ആ കളമെഴുത്തിൽ ഭൂതവടിവ്, ചിത്രവടിവ് എന്ന 2 സമ്പ്രദായമുണ്ട്. അതിൽ ചിത്രവടിവിലാണ് നമ്മൾ ഈ ഭാഗത്തുള്ള എല്ലാ കുറുപ്പന്മാരും കളമെഴുത്ത് നടത്തുന്നത്. കളമെഴുതിയിട്ട് അതിൽ പൂജയും പാട്ടും നൃത്തം അങ്ങനെയുള്ള പൂജാതി കർമ്മങ്ങളെ കൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കുക. ഈ കളമെഴുത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പുരാതനമായിട്ടുള്ള ഒരു കലാരൂപമാണ്. കളമെഴുത്തിന് ശേഷം സന്ധ്യവേല, തായമ്പക, കുമ്പുപറ്റ്, കുഴൽപ്പറ്റ്, ഇതിന് ശേഷം മുല്ലക്കമ്പാട്ടിന് എഴുന്നള്ളിക്കുക എന്ന് പറയും. അതായത് നമ്മൾ ഉച്ചപ്പാട്ട് കഴിഞ്ഞ് ഭഗവാന്റെ തിരുവായുധം നമ്മൾ എഴുന്നള്ളിച്ച് അകത്ത് ശ്രീരകത്ത് വെച്ചിട്ടുണ്ടായിരിക്കും. അവിടുന്ന് എഴുന്നള്ളിച്ച് നേരെ പുറത്ത് കൊണ്ടുപോയിട്ട്, അതായത് നായാട്ടിന് പോകാമെന്നുള്ള സങ്കല്പമാണ്. നമ്മൾ ഇവിടുന്ന് മുല്ലക്കമ്പാട്ടിന് അങ്ങോട്ട് പോകുമ്പോൾ വെറും വലന്തല കൊട്ടിയിട്ടേ പോവുള്ളൂ. അപ്പോൾ നിശബ്ദമായിട്ട് പോകാമെന്നുള്ള നിലയ്ക്ക് ഇവിടുന്ന് പോകുമ്പോൾ ഒരു ചെണ്ട കൊട്ടിയിട്ടേ പോവുള്ളൂ, ഒരു വലന്തല വീക്കൻ ചെണ്ട കൊട്ടിയിട്ട് പോകും. അവിടെ ഭഗവാനെ അവിടെ വെച്ചിട്ടൊരു നേദ്യവും പാട്ടും ഒക്കെ സമർപ്പിക്കുകയാണ്. അത് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളിക്കും. മുല്ലക്കമ്പാട്ടിൻ്റെ എണ്ണം കഴിഞ്ഞ് പോരുമ്പോൾ നായാട്ട് കഴിഞ്ഞ് തിരിച്ചു പോരുക എന്നുള്ള സങ്കല്പമാണ്. അപ്പോൾ അവിടുന്ന് വാദ്യഘോഷങ്ങളോട് കൂടിയിട്ട് പോരുക. അവിടെ മേളായിട്ടും ചിലപ്പോൾ പഞ്ചവാദ്യം ഉണ്ടായിരിക്കും, മേളം ഉണ്ടായിരിക്കും, അതുകൂടി കൂട്ടി പോകുന്നു. ഇവിടെ വന്ന ഈടും കൂറും പറഞ്ഞൊരു നൃത്തമുണ്ട് ഭഗവാന്റെ, അതായത് ത്രിപുടയിലാണ് തുടങ്ങുക. ത്രിപുടയിൽ ഈട് എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങുക. അതായത് ശൈവമൂർത്തികൾക്ക് കല്ലാറ്റുകുറുപ്പന്മാർ കളമെഴുത്ത് പാട്ട് നടത്തുന്നുള്ളൂ. അപ്പോൾ ഈ ശൈവമൂർത്തികൾക്ക് ഇഷ്ടപ്പെട്ട ഒരു താളമാണ് ത്രിപുട താളം. അപ്പോൾ ആ ത്രിപുട താളത്തിലാണ് നമ്മൾ ആദ്യത്തെ ഈട്, ത്രിപുടയിൽ ഈടാണ് കൊട്ടിത്തുടങ്ങുന്നത്. ത്രിപുടയിൽ ഈട്, 3 കോലി ഈട്, അങ്ങനെയാണ് സാധാരണ ചുരുങ്ങിയ മട്ടിലൊക്കെ നമ്മൾ ഇവിടെ ഈടും കൂറും നടത്തുന്നത്. അത് ഒരു ഭഗവാന്റെ സന്തോഷത്തിലുള്ള ഒരു നൃത്തം, ഒരു താണ്ഡവം എന്ന സങ്കല്പത്തിലാണ് ഈടും കൂറും നടത്തുന്നത്. അത് മാരാര് കൊട്ടും, ആ കൊട്ടിനനുസരിച്ച് വെളിച്ചപ്പാട് നൃത്തം വെക്കും. ആ ഈടും കൂറും കഴിഞ്ഞാൽ കളപ്രദക്ഷിണം, അതായത് നമ്മൾ കളം എഴുതിയതിൻ്റെ ചുറ്റും വെളിച്ചപ്പാട് നൃത്തം വെച്ചുകൊണ്ട് ചെയ്യുന്ന ഒരു ചടങ്ങാണ്. അത് ഭഗവാൻ എഴുന്നള്ളി വന്ന് ഈ ഭഗവാന്റെ കളം കാണുമ്പോഴുള്ള സന്തോഷത്തിലുള്ള ആനന്ദ നൃത്തമാണ് പറയുന്നത്. അപ്പോൾ കളത്തിന് ചുറ്റും ഈ കളപ്രദക്ഷിണം, അത് പല താളത്തിലുണ്ടായിരിക്കും. ചെമ്പടവട്ടം, അത് കഴിഞ്ഞാൽ ഏകതാളം, 3, ചെമ്പ, അകന്ത, ത്രിപുട, അങ്ങനെയുള്ള ഈ നമ്മുടെ മനോധർമ്മത്തിനനുസരിച്ചുള്ള എല്ലാ താളങ്ങളും ചവിട്ടിക്കൊണ്ട് ആ ഒരു സാഹചര്യത്തിനനുസരിച്ച്, അതായത് കൊട്ടാനുള്ള വട്ടത്തിനനുസരിച്ച്
വെളിച്ചപ്പാടിൻ്റെ നൃത്തം, അതാണ് കളപ്രദക്ഷിണം. ഈ കളപ്രദക്ഷിണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ശേഷം കളം പൂജയാണ്. കളം പൂജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ കൊടുക്കുക എന്നുള്ള സങ്കല്പമാണ്. അതായത് സൃഷ്ടി, സ്ഥിതി, സംഹാരം 3 എണ്ണമാണ് ഈ കളമെഴുത്ത് പാട്ടിൽ. സൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കളമെഴുത്ത്, സ്ഥിതി എന്ന് പറയുന്നത് കളം പൂജ, അതിലേക്ക് ഭഗവാനെ ആവാഹിച്ച കളത്തിലിരുത്തിക്കൊണ്ട് കളം പൂജ നടത്തുക, അതായത് സ്ഥിതി എന്ന് പറയുന്നത്. സംഹാരം എന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടുന്ന് തിരുവൊഴിച്ചിൽ, അത് കഴിഞ്ഞിട്ടുള്ള കളം മായ്ക്കലൊക്കെ സംഹാരം എന്ന് പറയും. അപ്പോൾ ഈ കളം പൂജയാണ് അടുത്ത ചടങ്ങ്, അത് സ്ഥിതി എന്ന് പറയുന്നത്. ഈ കളം പൂജയ്ക്ക് ശേഷം പിന്നെ തിരുവൊഴിച്ചിൽ, അതായത് അഷ്ടദിക്പാലകന്മാർക്കും സപ്തമാതൃക്കൾക്കുമുള്ള ഒരു ശ്രീഭൂതബലി സാമ്യ സമ്പ്രദായത്തിലുള്ള ഒരു പൂജാ സമർപ്പണമാണ് ഈ തിരുവൊഴിച്ചിലെ കളംപൊലി എന്ന് പറയുന്നത്. ഈ തിരുവൊഴിച്ചിൽ കഴിഞ്ഞാൽ വെളിച്ചപ്പാട് കളത്തിലേക്ക് വരും. എന്നിട്ട് കളം പകുതി മായ്ക്കും. അത് കഴിഞ്ഞ് പോയി കളം കണ്ട് കുളിച്ച് വരിക എന്ന് പറയും. വെളിച്ചപ്പാട് വീണ്ടും തിരിച്ചു പോയി രണ്ടാമത് വന്ന് കുരുത്തോലയ്ക്ക് വലിച്ച് തിരുമുഖം മായ്ക്കണം. തിരുമുഖം മായ്ച്ചതിന് ശേഷം ഈ വേട്ടക്കിരുമകൻ പാട്ടിൽ നാളികേരം ഉടയ്ക്കുക എന്നൊരു ചടങ്ങുണ്ട്. 3 നാളികേരമാണ് ഏറ്റവും ചുരുങ്ങിയത്. ആ 3 നാളികേരം മുതൽ ഏറ്റവും വലിയത് 12,008 നാളികേരം, 12,008 നാളികേരം. ഈ 12 രാശികളിൽ ജനിച്ചിട്ടുള്ള ആളുകളെ നമ്മുടെ ഇതിലുണ്ടായിരിക്കും. 12 രാശിയിൽ പെട്ടിട്ടുള്ള എല്ലാ ജീവജാലങ്ങൾക്കും സുഖം ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചെയ്യുന്നതാണ്. ഒരു രാശിക്ക് 1000 നാളികേരം എന്നുള്ള നിലയ്ക്ക് 12,000 നാളികേരവും, പിന്നെ അഷ്ടദിക് ബാലകന്മാരെ കൽപ്പിച്ചുകൊണ്ട് 8 നാളികേരം, അങ്ങനെ 12,000 വലിയ ചടങ്ങായിട്ട് നമ്മൾ നടത്തുന്നത്. അത് ഏറ്റവും ചുരുങ്ങിയത് 3 മുതൽ 12,008 നാളികേരം വരെ. നാളികേരേറ് കഴിഞ്ഞ് വന്നാൽ പിന്നെ കളം മുഴുവനായിട്ട് മാച്ച് ഈ തിരുമുഖം എഴുതിയിട്ടുള്ള ആ ഭാഗത്തെ പൊടി മാത്രം എടുത്തിട്ട് എല്ലാ ഭക്തജനങ്ങൾക്കും പ്രസാദമായിട്ട് കൊടുക്കുകയാണ്. ഇതോടുകൂടി കളമെഴുത്തുപാട്ടിൻ്റെ ചടങ്ങ് അവസാനിക്കുകയാണ്. ഇത് നടത്തിയാലുള്ള ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു ക്ഷേത്രം നിർമ്മിച്ചിട്ട് അതിൽ പ്രതിഷ്ഠ നടത്തിയിട്ട് പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തുക, കലശം നടത്തി പൂജാതി കർമ്മങ്ങളൊക്കെ നടത്തിയാൽ ആ ദേശത്തിന് അല്ലെങ്കിൽ നടത്തുന്ന വ്യക്തികൾക്ക് ഉണ്ടാവുന്ന എത്ര ഐശ്വര്യം ഉണ്ടാവുന്നു അത്രയും ഐശ്വര്യം ആ തട്ടകത്തിനുണ്ടാവുന്നു എന്ന് പറയുന്നത്. 8 ഐശ്വര്യങ്ങൾ ഉണ്ടായിരിക്കും ഈ കളമെഴുത്തുപാട്ട് നടത്തിയാൽ എന്നാണ് വിശ്വസിച്ചു പോരുന്നത്.